അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യത്തിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം പച്ചമുളക് 3-4 പ്രാവശ്യം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഈർപ്പമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ ടവലിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഈർപ്പം മുഴുവനും മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 300 ഗ്രാം അളവിലുള്ള പച്ചമുളകാണ്. അധികം കനമില്ലാത്ത ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കളറിലുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഏത് പച്ചമുളകിലും ചെയ്യാം. കുറച്ചും കൂടെ നല്ലത് ഈ ഒരു ടൈപ്പ് പച്ചമുളകിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പച്ചമുളകെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പച്ചമുളകിന്റെ ഈ ഞെട്ട് ഭാഗം എല്ലാം മാറ്റാം. അപ്പൊ മുളകിന്റെ ഞെട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു മുളക് എടുക്കുക, അതിനെ രണ്ടായിട്ട് മുറിച്ചെടുക്കുക. ഒരു കത്രിക കൊണ്ട് ഈ മുളകിനെ രണ്ടായിട്ട് മുറിച്ചെടുക്കുക. കത്തി കൊണ്ടോ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുക്കുക. ഇതിന്റെ അരികൾ വേണമെന്നുണ്ടെങ്കിൽ കളയാം, എടുത്താലും കുഴപ്പമില്ല. ഈ മുളകിന് വലിയ എരിവുണ്ടാവില്ല. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അരികളൊക്കെ മാറ്റിയിട്ടെടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മുളകെല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് 2-3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ രണ്ടായിട്ട് മുറിച്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന മുളക് പിഞ്ച് മുളകായിരിക്കണം, എന്നാൽ മാത്രമേ എരിവ് കുറവുണ്ടാവുള്ളൂ. ഒരുപാട് മുറ്റിയ പച്ചമുളക് എടുക്കരുത്. ഒരുപാട് മുറ്റിയ പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അല്ലികളൊക്കെ മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവയാണ്. കൂടി പോരുത്, പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ കടുകാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കടുകെല്ലാം പൊട്ടി ഈ വലിയ ജീരകത്തിൻ്റെയും ഉലുവയുടെയും ചെറിയ ജീരകത്തിൻ്റെയും നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറണം. നല്ലൊരു മണം വരും. ആ ഒരു സമയം ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കടുകെല്ലാം പൊട്ടി വലിയ ജീരകത്തിൻ്റെയും ചെറിയ ജീരകത്തിൻ്റെയും ഉലുവയുടെ ഒക്കെ നിറം മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ചെറിയൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി എണ്ണ ഒന്ന് ചൂട് മാറണം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തത് എല്ലാം ചൂട് മാറിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത പച്ചമുളക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകിൽ എരിവുണ്ടല്ലോ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി മുളക് ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. അതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകമൊക്കെ ഒരുപാട് നല്ലതാണ് കഴിക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ജീരകം ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടിയുടെ ആ മണവും ടേസ്റ്റും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കായപ്പൊടിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ അളവിനനുസരിച്ചിട്ട് ഉപ്പ് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച മസാലയില്ലേ, അത് മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കുക.
പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. ഈ വിനാഗിരി മുഴുവനും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്തത് കൊണ്ട് നമ്മൾ നല്ലെണ്ണയും വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇത് നമ്മൾ കുക്കൊന്നും ചെയ്യുന്നില്ല, ഈ പച്ചമുളക് വേവിച്ചിട്ടൊന്നും എടുക്കുന്നില്ല. ഈ വിനാഗിരിയിലിരുന്ന് ഞാൻ ആ മുളകങ്ങ് വാടി വന്നോളും. പിഞ്ച് മുളകല്ലേ, ഒരുപാട് കട്ടിയുള്ള മുറ്റിയ മുളകാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എണ്ണയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യാനായിട്ട്. പിന്നെ ആ എരിവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ ശർക്കര പൊടിച്ചതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 1-2 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ ചൂട് മാറിയ നല്ലെണ്ണ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ആകുമ്പോൾ കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇത് പൂപ്പലൊന്നും ഉണ്ടാവില്ല. നല്ലെണ്ണ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടെടുത്താലും മതി. അപ്പം നല്ലെണ്ണ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടോടുകൂടി ഒഴിക്കരുത്, ചൂട് മാറിയിട്ട് ഇതിലേക്ക് അങ്ങ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ്. പുറത്ത് 2 ദിവസമൊക്കെ വെച്ചിട്ട് ഈർപ്പമൊന്നുമില്ലാത്ത എയർ ടൈറ്റ് കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഒരു ചാർക്കോളിൻ്റെ ഒരു കഷ്ണം ഞാൻ കത്തിച്ചതായി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചാർക്കോളിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി ഒട്ടും ഈർപ്പമൊന്നുമില്ലാത്ത ഗ്ലാസ് ബോട്ടിൽ ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക. ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ ഈ അച്ചാർ സൂക്ഷിക്കാനും പറ്റും. ഈർപ്പമൊക്കെ മാറി നല്ലൊരു പ്രത്യേക ഒരു മണം കിട്ടും ഈ അച്ചാറിന്. 1 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ 1 മിനിറ്റ് ആയതിനു ശേഷം ഇതിൻ്റെ ഉള്ളിൽ അച്ചാർ നിറയ്ക്കാം. ഈ ജാറിലേക്ക് അച്ചാർ നിറയ്ക്കാം. അപ്പോൾ ആ ബോട്ടിൽ മുളകച്ചാർ നിറച്ചിട്ടുണ്ട്. ഇതിൽ ഇഞ്ചിയോ അതുപോലെ തന്നെ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ആവശ്യമില്ല. ഈ മുളകച്ചാറ് 3-4 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാവൂ. അപ്പോൾ മുളകെല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടും. മുളകിൽ ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഈ മുളകച്ചാറ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്